കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് ഫാക്ടറി സമരത്തിൽ സംഘർഷം. ഫാക്ടറിക്ക് തീയിട്ടു. മാലിന്യവണ്ടിക്ക് നേരെ സമരക്കാർ കല്ലെറിഞ്ഞു. സ്ഥലത്ത് പോലീസും നാട്ടുകാരും ഏറ്റുമുട്ടി. മാസങ്ങളായി സ്ഥാപനത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ്. കോഴിക്കോട് ഈ സംഭവം വലിയ സംഘർഷത്തിന് ഇടയാക്കി. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെയാണ് ഈ സമരം കഴിഞ്ഞ കുറേ നാളായി ഉണ്ട്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസുമായി വലിയ സംഘർഷമുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിശക്തമായ സമരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ, ഇപ്പോഴും സംഘർഷവും സമരവും മറ്റും തുടരുകയാണോ? എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം? നാട്ടുകാർ ഒന്നടങ്കം ഈ ഫാക്ടറിക്കെതിരാണോ? രഞ്ജിത്ത്, ഏതാനും മാസങ്ങളായി തന്നെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരായ ശക്തമായ സമരങ്ങൾ താമരശ്ശേരിയിൽ നടന്നു വരികയാണ്. കോഴിക്കോട് ജില്ലയിലെ ഈ കോഴിക്കടകളിൽ നിന്നും ശേഖരിക്കുന്ന ചിക്കൻ മാലിന്യങ്ങൾ, അതായത് കോഴിയിറച്ചിയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമാണ് ഫ്രഷ് കട്ട്. ഇവിടെ ഈ കോഴി മാലിന്യങ്ങൾ എത്തിയ ശേഷം പ്രത്യേക രീതിയിൽ അത് സംസ്കരിച്ച് വളമാക്കി മാറ്റുക എന്നതാണ് ഈ ഫാക്ടറി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് നേരത്തെ ഇതിന്റെ ഫാക്ടറി ഉടമകളടക്കം നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സംസ്കരിക്കുന്ന സമയത്ത് ഈ കോഴിയിറച്ചിയും മറ്റും വേവിച്ച ശേഷമാണ് അത് പൊടിച്ച് വളമാക്കി മാറ്റുന്നത്. ആ സമയത്ത് ഫാക്ടറിയിൽ നിന്നും രൂക്ഷമായ ഗന്ധം അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. ഏതാണ്ട് ദിവസത്തിൽ മുഴുവൻ സമയങ്ങളിലും വലിയ ഗന്ധം ഈ ഫാക്ടറിയിൽ നിന്നും ഉണ്ടാവുന്നതിനാൽ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഒപ്പം ആ നാട്ടുകാരായ ആളുകൾ പലരും രോഗബാധിതരായി മാറുന്നു എന്നടക്കമുള്ള നിരവധി പരാതികൾ ഈ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒപ്പം ഈ സമീപത്തൂടെ കടന്നു പോകുന്ന ജലസ്രോതസ്സിനെ ഈ ഫാക്ടറി മലിനമാക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. എന്തായാലും മാസങ്ങളായി തന്നെ ഇതിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലെ പ്രതിഷേധം നടത്തിയിരുന്നു. നിരവധി ചർച്ചകൾ സർക്കാർ തലത്തിലും കളക്ടറുടെ തലത്തിലും ഒക്കെ നടന്നിരുന്നു. അതിനുശേഷം ഫാക്ടറിയിൽ വലിയ രൂപമാറ്റം വരുത്തി പൂർണ്ണമായും മാലിന്യം സംസ്കരിക്കുന്ന, അതായത് പുറത്തേക്ക് ഒരു കുറച്ചുപോലും ഗന്ധം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായി കമ്പനി പറഞ്ഞിരുന്നു. ഏതാനും നാളുകൾ ഫാക്ടറി അടച്ചിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷവും വീണ്ടും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം കനക്കുകയായിരുന്നു. ഇന്ന് ഇത്തരത്തിലാണ് വീണ്ടും ഉപരോധ സമരവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും ഈ സ്ഥാപനത്തിലേക്ക് ഈ കോഴി മാലിന്യവുമായി പോയ വാഹനങ്ങൾ തടയുകയും ചെയ്തത്. ഈ വാഹനങ്ങൾക്ക് നേരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും കല്ലേറുണ്ടായി. ഈ തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ ഈ പ്രവർത്തകരെ നീക്കാൻ ശ്രമിച്ചു. തുടർന്നാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായത്. താമരശ്ശേരി ഷായുജ് അടക്കമുള്ളവർക്ക് ഈ സംഘർഷത്തിനിടെ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി പോലീസുകാരും നാട്ടുകാരായ പ്രതിഷേധക്കാരും ഇതിനകം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഈ ഫാക്ടറിയുടെ ഒരു ഭാഗത്തിന്
പ്രതിഷേധക്കാർ തീയിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും തീ അണയ്ക്കാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഫാക്ടറിയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകാൻ കഴിയുക. എന്തായാലും ഈ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭ്യമാവും. എന്തായാലും ഈ പ്രതിഷേധക്കാരുടെ പ്രതിഷേധം അണപൊട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം നാടകീയമായും ഒപ്പം സംഘർഷപരമായ കാര്യങ്ങളിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. പ്രതിഷേധക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഭാഗത്ത് പ്രവർത്തകർ ഈ നാട്ടുകാരെ പ്രതിഷേധക്കാർ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. ഒരു ഭാഗം ആളുകളെ ആശുപത്രിയിലേക്ക് ഇതിനകം മാറ്റി കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് പൂർണ്ണമായി അയവ് വന്നിട്ടില്ല. ഇപ്പോഴും സംഘർഷം അവിടെ ഉണ്ട് എന്നാണ് അനീഷിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെ കഴിഞ്ഞ കുറേ നാളായി നാട്ടുകാർ സമരത്തിലാണ്. ഇപ്പോൾ പോലീസ് അവിടെ ഇടപെടുന്നു, ആ ഫാക്ടറി കത്തിക്കുന്നു. അതിനുശേഷം ഇപ്പോഴും അന്തരീക്ഷം ഒട്ടും സമാധാനപരമായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടി കാണാം. സാധാരണമായ ഒരു സമരമാണ് ഈ ഫാക്ടറിക്കെതിരെ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അനീഷ, ഈ ഫാക്ടറി പൂർണ്ണമായും കത്തി നശിച്ചോ? ഫാക്ടറി പൂർണ്ണമായും കത്തി നശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധക്കാരൊക്കെ നിരോധിച്ച വഴിയുടെ ഒരു ഭാഗത്തോട് ചേർന്ന്, അതായത് ഫാക്ടറിയുടെ തുടക്ക ഭാഗമാണ് കത്തിയതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി തീ അണച്ചിരുന്നു. പോലീസും വലിയ തോതിൽ ആ സ്ഥലത്ത് സംഘടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂർണ്ണമായി ഫാക്ടറി കത്തിയിട്ടില്ല. ഫാക്ടറിയുടെ ഒരു ഭാഗമാണ് കത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ എത്രമാത്രം നാശനഷ്ടം കമ്പനിക്ക് ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വിശദാംശം അല്പസമയത്തിനകം ഉടമകൾ വ്യക്തമാക്കിയേക്കും. എന്തായാലും ഫാക്ടറിക്കെതിരായ പ്രതിഷേധം അതിര് കടന്നിരിക്കുന്നു. ഫാക്ടറിയുടെ ഒരു ഭാഗത്തിന് തീയിട്ടിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ സംഘർഷം, റൂറൽ SP അടക്കം പരുക്ക് ഏൽക്കുന്ന വിധത്തിലുള്ള വലിയ സംഘർഷം അവിടെ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അനീഷ്, SP സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും മറ്റും പറഞ്ഞ് കൂടുതൽ പോലീസ് സന്നാഹം അങ്ങോട്ടേക്ക് എത്തുകയും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളായിരിക്കും അല്ലേ? നാട്ടുകാർ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും വലിയ പോലീസ് സന്നാഹമാണ് അവിടേക്ക് സംഘടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പലവട്ടവും ഫ്രഷ് കട്ടിന്റെ സമരം നടന്നപ്പോഴും വലിയ പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയാണ് ഇതിനെ തടഞ്ഞിരുന്നത്. പലപ്പോഴും ഈ പ്രതിഷേധങ്ങൾ അണപൊട്ടി പോവുകയും വാഹനങ്ങൾ തടയുകയും ഫാക്ടറിക്ക് നേരെ പ്രതിഷേധവുമായി എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങേയറ്റം സമാധാനപരമായ അല്ലെങ്കിൽ കാര്യമായ ആലോചനകൾ ഇല്ലാതെയാണ് ഈ പ്രക്ഷോഭം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഫാക്ടറിയുടെ ഭാഗത്തു നിന്നുമുള്ള അവകാശവാദങ്ങൾ അനുസരിച്ച് ഈ പ്രതിഷേധക്കാരുടെ വാക്കുകളെ പൂർണ്ണമായും മുഖവിലക്കെടുത്ത് സർക്കാരിൽ നിക്ഷിപ്തമായ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവടക്കം പാലിച്ചാണ് ഈ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഏത് വിധേനയും ഇത്രയധികം മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു സ്ഥാപനം തങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ശക്തമായ തീരുമാനത്തിലേക്ക് നാട്ടുകാർ പോവുകയും ചെയ്തു. കാരണം കോഴിക്കോട് ജില്ലയിൽ ഈ കോഴിയിറച്ചി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഏക സ്ഥാപനം ഫ്രഷ് കട്ടാണ്. നൂറുകണക്കിന് കോഴിയിറച്ചി വിൽക്കുന്ന കടകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇവയെല്ലാം ഒറ്റയിടത്ത് കൊണ്ടുവന്നാണ് സംസ്കരിക്കുന്നത്. അതുകൊണ്ട് വികേന്ദ്രീകൃതമായ സംസ്കരണ നടപടികൾ ചെയ്യണമെന്നായിരുന്നു അന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനനുസരിച്ച് അവർ വികേന്ദ്രിതമാക്കുന്നതിന് പകരം കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഫ്രഷ് കട്ടിന്റെ ഉടമകൾ പറഞ്ഞിരുന്നത്. നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ അടക്കം ന്യൂസ് 18 അടക്കം പൂർണ്ണമായും ഈ ഫാക്ടറി സന്ദർശിക്കുന്നതിനും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനും ഒക്കെ അവർ അവസരം നൽകുകയുമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ അവകാശപ്പെടുന്നത് ഈ കൂടുതൽ ഭദ്രമായ രീതിയിൽ സംസ്കരണ നടപടികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ നാട്ടുകാർ പറഞ്ഞ രീതിയിൽ പുറത്തേക്ക് മണം വരാതിരിക്കാനായി പ്രത്യേക ചേംബറുകളൊക്കെ തിരിച്ച് ആ ചേംബറുകൾക്കുള്ളിലാണ്
സംസ്കരിക്കുന്നത്. പലപ്പോഴും ഈ കോഴി മാലിന്യങ്ങൾ ഈ ഫാക്ടറിയിലേക്ക് ഇറക്കുമ്പോൾ, അതായത് ഈ സംസ്കരണശാലയിലേക്ക് ഇറക്കുമ്പോഴാണ് ആ മണം വരുന്നത്. അതിനും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് ഒരു തരത്തിലും ബോധ്യമാവുന്നില്ല. കാരണം ഈ ഫാക്ടറി ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രമാണെങ്കിൽ പോലും അത് നാട്ടുകാർക്ക് ശല്യമായി മാറുകയാണ്. ഒപ്പം ഈ നാട്ടിലെ രോഗാതുരായി മാറുന്ന ആളുകളുടെ അളവ് കൂടുന്നു, ജലസ്രോതസ്സുകൾ മലിനമാവുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള നിരവധി പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആത്മീയമായി ഈ ഫാക്ടറി അടച്ചുപൂട്ടുക എന്നതിൽ പുറമെ യാതൊരു ഒത്തുതീർപ്പിലും ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും അങ്ങനെയുള്ള ആ സമരമാണ് ഇന്ന് അങ്ങേറ്റം പ്രകോപനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഊർജ്ജ അടക്കമുള്ള ആളുകളും വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും നിലവിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഈ പ്രവർത്തകരെയും പോലീസുകാരെയും ഒക്കെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും റൂറൽ SP അടക്കം ഈ സംഘർഷത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ സംഘർഷം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ കുറേ നാളായി സമരത്തിലാണ്. നാട്ടുകാർക്ക് ശല്യമായപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനടക്കം വലിയ പ്രതിസന്ധിയായപ്പോഴാണ് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് അവർ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഫ്രഷ് കട്ട് ഫാക്ടറിയിലാണ് ഈ വലിയ സമരവും സംഘർഷവും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അത് പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോഴും സാഹചര്യങ്ങൾ അത്ര സുഖകരമല്ല. ഈ സംഘർഷം ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. പോലീസ് അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്.